ഒടുവിൽ ആ വാർത്തയും വന്നു. തമിഴ്നാടിന്റെ രാഷ്ട്രീയ കളരിയിൽ ബി.ജെ.പിയുടെ യുവതുർക്കി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ തെരഞ്ഞെടുപ്പ് ചുമതലകളിൽ നിന്ന് ഒഴിഞ്ഞുമാറിയിരിക്കുന്നു. വ്യക്തിപരമായ കാരണങ്ങൾ എന്നാണ് ഔദ്യോഗികമായ വിശദീകരണം. പക്ഷേ ഇത് വെറും തുടക്കം മാത്രമാണ്. പാർട്ടിയിലെ അണിയറ സംസാരങ്ങൾ പറയുന്നത് ഇത് കേന്ദ്ര നേതൃത്വത്തോടുള്ള നിശബ്ദ പ്രതിഷേധത്തിന്റെ മാറ്റൊലിയാണെന്നാണ്. തമിഴ് മക്കളുടെ മനസ്സിൽ ഇടം നേടിയ ഈ IPS ഉദ്യോഗസ്ഥൻ എന്തിനാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്തത് എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. അണ്ണാമലൈ എന്ന പേര് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു. 2021 ജൂലൈയിൽ സംസ്ഥാന BJP അധ്യക്ഷനായി ചുമതലയേൽക്കുമ്പോൾ സാധാരണ BJP നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനായി യുവത്വത്തിന്റെ ആവേശവും സധൈര്യമുള്ള നിലപാടുകളുമായി അദ്ദേഹം ശ്രദ്ധ നേടി. ഒരു മുൻ IPS ഉദ്യോഗസ്ഥന്റെ തീവ്രത അദ്ദേഹത്തിന്റെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും പ്രതിഫലിച്ചു. പക്ഷേ ഈ അണ്ണാമലൈ സ്റ്റൈൽ ചിലർക്കത്ര പിടിച്ചില്ല എന്ന് വേണം കരുതാൻ. 2023 നടന്ന ഒരു രാഷ്ട്രീയ നാടകമുണ്ടായിരുന്നു. അണ്ണാമലയുമായുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് തമിഴ്നാട്ടിലെ പ്രബല കക്ഷിയായ AIADMK NDA സഖ്യം വിട്ടുപോയത് അന്ന് വലിയ വാർത്തയായിരുന്നു. സഖ്യം തിരികെ കൊണ്ടുവരാനുള്ള അനുരജ്ഞ ചർച്ചകൾക്കിടെ അണ്ണാമലയെ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റിയതും നമ്മൾ കണ്ടു. ഔദ്യോഗികമായി കാലാവധി പൂർത്തിയായെന്നായിരുന്നു വിശദീകരണമെങ്കിലും സഖ്യ രാഷ്ട്രീയത്തിന്റെ സമ്മർദ്ദം അവിടെ വ്യക്തമായിരുന്നു. പിന്നീട് നിയമസഭാ കക്ഷി നേതാവായ നയിനാർ നാഗേന്ദ്രൻ MLA പുതിയ അധ്യക്ഷനായി ചുമതലയേറ്റു. അന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു അണ്ണാമലയെ ദേശീയ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കും എന്ന്. അതോടെ ഒരു വലിയ ദേശീയ പദവിയിലേക്ക് അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം ലഭിക്കുമെന്നായിരുന്നു പലരുടെയും പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷകൾക്ക് ചിറകുമുളച്ചില്ല. പ്രധാന പദവികളൊന്നും ലഭിക്കാതെ പിന്നീട് തെരഞ്ഞെടുപ്പ് ചുമതലകളിൽ മാത്രമായി ഒതുക്കപ്പെട്ടു. 2021 ജൂലൈയിലാണ് അണ്ണാമലൈ തമിഴ്നാട് BJPയുടെ അധ്യക്ഷനാകുന്നത്. 2023 അണ്ണാമലയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് പിന്നീട് AIADMK NDA വിട്ടതും. അതേസമയം AIADMK തിരികെ കൊണ്ടുവരാനുള്ള ഒത്തുതീർപ്പ് ചർച്ചകളുടെ ഭാഗമായിട്ടായിരുന്നു അണ്ണാമലയെ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റിയത്. കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് തീരുമാനമെന്ന് അന്ന് വിശദീകരണം വന്നെങ്കിലും പിന്നീട് അതല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. BJP അധ്യക്ഷനായി നിലവിലെ നിയമസഭാ കക്ഷി നേതാവ് കൂടിയായ നയിനാർ തെരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ എല്ലാത്തിൽ നിന്നും ഒഴിവാക്കിയത് മൂലമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ അണ്ണാമലൈ പങ്കെടുക്കാത്തതും. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചുമതലകളിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നത്. അച്ഛന് സുഖമില്ല എന്ന കാരണത്താലാണ് അദ്ദേഹം മാറി നിൽക്കുന്നത് എന്ന് പറഞ്ഞാലും അതല്ല കാരണമെന്നാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിലെ സംസാരം. അദ്ദേഹത്തെ പല കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കിയതിനുള്ള പ്രതികാരമാണ് അദ്ദേഹം തീർത്തതെന്നും പറയുന്നുണ്ട്.